ബികലാമി ദുനിയാ ഇന്ദ സമായി അദാൻ. ജീവിതത്തിൽ ഉണ്ടായി പോകരുത് ബാങ്ക് കേൾക്കുന്ന നേരത്ത് ഭൗതിക സംസാരം സംസാരിക്കൽ. ഈമാൻ നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. ബാങ്ക് കൊടുക്കുമ്പോ ഫോൺ വന്നാൽ നമ്മൾ അറ്റൻഡ് ചെയ്യോ? അതന്നെയല്ലേ ഇപ്പൊ പണി. ബാങ്കൊക്കെ അവിടെ പരിഗണിക്കുന്നവരെത്ര? പഴയ കാലത്തൊക്കെ ബാങ്ക് കൊടുക്കും. പഴയ കാലത്തൊക്കെ പള്ളിന്റെ മുന്നിലൂടെ ഒരു അനൗൺസ്മെന്റ് പോകുകയാണെങ്കിൽ എല്ലാ ജാതിക്കാരും മതക്കാരും പള്ളി അടുത്തെത്തുമ്പോൾ അനൗൺസ്മെന്റ് നിർത്തുമായിരുന്നു, അല്ലേ? പിന്നെ പള്ളി കഴിഞ്ഞിട്ടാ തുടങ്ങുക. കാരണം പള്ളിയിൽ ഓതുന്നവരോ സംസ്കരിക്കണോ ആരെങ്കിലും ഉണ്ടാവുന്നത് ഇപ്പോഴോ? കാരണം നമ്മൾ ആദ്യം ചെയ്തു കൊടുത്തു. പള്ളി കണക്കാൻ പത്രാസും കണക്കാൻ ചെയ്തു. ഇത് പിന്നെ അവരും ചെയ്തു. എന്ത് പറയാനാ? ബാങ്ക് കൊടുക്കുമ്പോ ഭൗതിക സംസാരം സംസാരിച്ചാൽ ഈമാൻ പോയി പോകും. അത് കരുതേണ്ട ഒരു വിഷയമാണ്. ചില്ലറ കാര്യമില്ല, വലിയൊരു വിഷയമാണ്. ഫോണ് വന്നാൽ അവിടെ നിന്നോട്ടെ, അതിലുണ്ടാവുമല്ലോ നമ്പറൊക്കെ. ബാങ്ക് കഴിഞ്ഞിട്ട് വിളിച്ചാൽ പോരെ. എത്ര തിരക്കുള്ളതാണെങ്കിലും അത് നമ്മൾ ശരിക്കും മുറുകെ പിടിക്കണം. എന്താ വിഷയം എന്നറിയോ? എന്റെ ഉസ്താദെ, ബാങ്കിനെങ്ങനെ പരിഗണിക്കാൻ കാരണം, ആ ബാങ്കിലെ ഏറ്റവും അധികം പറയുന്ന വാചകം അറിയോ? അല്ലാഹ്. ജലാലത്തിന്റെ ഇസ്മല്ലേ അതിലേറ്റവും ഉള്ളത്. ഹയ്യാൽ സ്വലാ ഹയ്യാൽ ഫലാ മാറ്റി വെച്ചാല് ബാക്കി എല്ലാ കലിമകളിലും ഉണ്ട് അല്ലാഹ്. ആ അല്ലാഹുവല്ലേ തുടക്കം നമ്മൾ കേട്ടത്. ലാസ്റ്റും ചൊല്ലേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബാങ്ക് കൊടുക്കുമ്പോ അങ്ങനെ ഭൗതിക സംസാരം സംസാരിച്ചാല് മോശമല്ലേ? ഹദീസിൽ തന്നെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ലേ? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു തന്നല്ലോ, മൻ തകല്ലമ ഇൻദൽ അദാൻ. ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഒരാള് ഭൗതിക സംസാരം സംസാരിച്ചാൽ യതലജിലജു ലിസാനുഹു ഇൻദൽ മൗത്ത്. മരിക്കുന്ന നേരത്ത് അവന്റെ നാവിങ്ങനെ പിടച്ചു കളിക്കും. കലിമ ചൊല്ലാൻ ഓർമ്മയുണ്ട്, പക്ഷേ ചൊല്ലാൻ കിട്ടൂല. നാവ് പടച്ചു പോകും, തത്തിക്കളിച്ചു പോകും. ചൊല്ലാൻ അവന്റെ നാവിന് ഉറപ്പ് വരൂല. ബാങ്ക് കൊടുക്കും. നമ്മളെ കുട്ടികളെ ശീലിപ്പിക്കും. ചെറുപ്പത്തിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ ശീലിപ്പിക്കും. മോനെ മിണ്ടരുത്, ബാങ്ക് കൊടുക്കണ്ടെന്ന് പറയും. അപ്പൊ നമ്മളെ കുട്ടി കുട്ടിക്ക് ബാങ്ക് എന്നാ തീരാനായിട്ടില്ല. കുട്ടി ശരി ബാങ്ക്. വാപ്പ പറഞ്ഞു ബാങ്ക് കൊടുക്കണ്ട്, ബാങ്ക് ഉണ്ടെന്ന. പിന്നെ വാപ്പ സംസാരം നമ്മളെ കുട്ടി നോക്കുകയാണ്. ബാങ്ക് കൊടുത്തതിന് ശേഷം ദുആക്കെ കഴിഞ്ഞതിന് ശേഷം വാപ്പ സംസാരം, കുട്ടി സംസാരിക്കാം. ഇതിങ്ങനെ തുടർന്നു പോരുന്നതിനിടക്ക് ബാങ്ക് കൊടുക്കുമ്പോ ഒരു ദിവസം കാര്യഗൗരവമുള്ള വിഷയങ്ങൾ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോ ഈ കുട്ടി വന്നിട്ട് പറഞ്ഞു വാപ്പ ബാങ്ക് കൊടുക്കണ്ട്. അപ്പൊ നമ്മൾ ഉറപ്പാടുന്ന അതാ നടക്കണേ. കുട്ടിന്റെ കൽവിന് എല്ലാ ബഹുമാനവും പോയി. അങ്ങനെ കുട്ടി മനസ്സിലാക്കി ഇങ്ങനെ വല്ല കാര്യഗൗരവമുള്ള വിഷയങ്ങളും പറയുകയാണെങ്കിൽ ബാങ്ക് പ്രശ്നമല്ല. അതല്ലേ ഇപ്പൊ ഒച്ചട്ടിന്റെ അർത്ഥം? അതല്ലേ ഇപ്പൊ വാപ്പ കണ്ണു നെട്ടു നോക്കിന്റെ അർത്ഥം? പോയി, ബഹുമാനം പോയി. പിന്നെ ആ ബഹുമാനം കൽവിൽ കുടികൊള്ളാൻ വലിയ പല. നിങ്ങൾ ആലോചിച്ചു, ബാങ്ക് ചില്ലറ കാര്യമാണ്. അതുകൊണ്ട് ബാങ്കിനെ നന്നായി ബഹുമാനിക്കും. ജലാലത്തിന്റെ ഇസ്മിന്റെ ബഹുമാനം വലിയൊരു ബഹുമാനാണ്. അല്ലാഹ് അല്ലാഹ്, വലിയൊരു ബഹുമാനമുള്ള വാചകമല്ലേ ആ വാക്ക് തന്നെ. അല്ലാഹ് അല്ലാഹ് എന്നുള്ള വാക്കിന് എത്ര വലിയ ബഹുമാനമുള്ളതാണ്. അത് ആവർത്തിച്ച് പറയുന്ന, ആവർത്തിച്ച് കേൾക്കുന്ന ഒന്നാണ് ബാങ്ക്. ആ ബാങ്ക് വിളിക്ക് നമ്മൾ നല്ല ബഹുമാനം കൽപ്പിക്കണം. നമ്മളെ പഴയ കാലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി, പഴയ കാലത്ത് ഹൗലുങ്കരയില് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഉദു കൊടുക്കാൻ വരുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചു നോക്കിണ്ടോ? ബാങ്ക് കഴിഞ്ഞിട്ടേ ഉദു കൊടുക്കും. അതെന്തിനാ? പൂർണ്ണമായിട്ട് ഉത്തരം പറയണം. അങ്ങനെ വേണമെന്നുണ്ടോ? ഉദു കൊടുക്കുമ്പോഴും ജവാബ് പറയാലോ. പക്ഷെ അതിനൊരു തടസ്സമാകണ്ട. ബാങ്ക് കഴിഞ്ഞോട്ടെ, എന്നിട്ട് റാഹത്തില് അല്ലാഹുമ്മ റബ്ബഹാദി ദഅവത്തിയൊക്കെ ചൊല്ലിയിട്ട് കണ്ട് ഉദു കൊടുക്കാന്ന് കേട്ടു. അങ്ങനെയാണ് അവർ ഉദു കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഒരു ജവാബ് മുടങ്ങരുത് എന്നാണ് അവരെ മനസ്സിലുള്ള ധാരണ. അത് വലിയ ഷറഫുള്ള കാര്യമാണ്, വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. ബാങ്ക് കൊടുക്കുമ്പോ ഭൗതിക സംസാരം സംസാരിക്കാൻ പാടില്ല. അത് വലിയൊരു വീക്ക്നെസ്സാണ്. ഈമാൻ അങ്ങ് പോയി പോകും. ഹാറൂൺ റഷീദിന്റെ ഭാര്യ മരണപ്പെട്ടു. രാജാവാണ് ഹാറൂൺ റഷീദ്. മരണപ്പെട്ട ശേഷം ഭാര്യയെ ബന്ധുക്കൾ സ്വപ്നത്തിൽ കണ്ടു. ഭാര്യ എങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങള്? നല്ല പച്ചപ്പട്ട് വിരിച്ചിട്ട്. പച്ചപ്പട്ടാണ് മിൻ ഖുദുരിൻ സുന്ദുസിൻ വ ഇസ്തബ്റഖ്. പച്ചപ്പട്ടാണ് സ്വർഗത്തിലെ വസ്ത്രം. പച്ചപ്പട്ടി വിരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഹാറൂൺ റഷീദിന്റെ ഭാര്യ, രാജാവിന്റെ ഭാര്യ. അപ്പൊ ചോദിച്ചു, നിങ്ങൾക്ക് ഇത്ര വലിയ സ്ഥാനം അല്ലാഹുത്തആല തരാന് ഏറെ അല്ലാഹുത്തആല പരിഗണിച്ച കാര്യം എന്താണ്?
അപ്പൊ ഹാറൂൺ റഷീദിന്റെ ഭാര്യ പറയുന്നത്, എന്റെ വീട്ടിൽ ഒരു ദിവസം രാത്രി വൈകുന്നേര സമയത്ത് മഗ്‌രിബിന് ശേഷം സാധാരണ എന്റെ മുന്നിൽ പാട്ടുപാടി സുഖിപ്പിക്കുന്ന പാട്ടുകാര് വന്നു. ദഫ് മുട്ടാനുള്ള ദഫുകളൊക്കെ അവർ ഒരുക്കി വെച്ചു. മുട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങുമ്പോ, പാടാൻ വേണ്ടി ഒരുങ്ങുമ്പോ ഒരു ഭാഗത്തുനിന്ന് വാങ്കുവിളി വന്നു. വാങ്കുലി വന്നപ്പോ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ മുട്ടരുത്, നിങ്ങൾ പാടരുത്. അള്ളാഹുവിലേക്ക് വിളിക്കുന്ന വിളിയാളം വാങ്കുവിളി വരുന്നുണ്ട്. നിങ്ങളത് കഴിയുന്നത് വരെ ഒന്നും സംസാരിക്കരുത്. ഇത് അള്ളാഹു പരിഗണിച്ചു. ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അത് ബഹുമാനമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ബഹുമാനം. ഖുർആൻ തന്നെ പറഞ്ഞ അങ്ങനെയല്ലേ, അള്ളാഹുവിന്റെ അടയാളങ്ങളല്ലേ, അള്ളാഹുവിലേക്ക് വിളിക്കുന്ന വിളിയാളമല്ലേ വാങ്കുലി. അതിനെ ബഹുമാനിച്ചാല് ഖൽബിൽ തഖ്വയുണ്ട് എന്നുള്ളതിന് ഉറപ്പാ, സംശയിക്കണ്ട. ഖൽബിൽ ഈമാൻ ഉണ്ട് എന്ന് ഉറപ്പാ. അപ്പൊ ആ ഒരു ഈമാൻ നമ്മളിൽ നിലനിൽക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരിക്കലും സഹോദരന്മാരെ, സംസാരിക്കുന്ന ഒരാളെ കണ്ടാൽ നമ്മൾ ആംഗ്യം കാണിച്ച് സംസാരിക്കരുത്, വാങ്ങ് കൊടുക്കേണ്ടത്.